ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതുതായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 1000 ആവാനായിട്ട് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ എൻ്റെ അനുഭവമായിട്ടാണ് പറയുന്നത്. എനിക്കാകെ വെറും 4000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ 4000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു 5 മാസത്തിനുള്ളിൽ ഞാനൊരു 1500 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഫാസ്റ്റായിട്ട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് വീഡിയോ ഇങ്ങനെ തുടർന്ന് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് ഷോർട്ട് വീഡിയോയിലൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഏകദേശം ഒരു 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഏകദേശം ഒരു 200-250 വ്യൂ മാത്രമേ കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 10 സെക്കൻഡിൽ താഴെ 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഷോർട്ട് വീഡിയോ ഡെയിലി ഓരോന്ന് വെച്ച് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് കൂടുതലായിട്ട് 1 ലാക്ക് 2 ലാക്ക് വ്യൂ ഒന്നും ഇല്ലെങ്കിലും ഏകദേശം ഒരു 2K 3K ഒരു 10K വരെ ആ വീഡിയോ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. എനിക്ക് ചില ഷോർട്ട് വീഡിയോന്ന് 20-22 സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ യൂട്യൂബേഴ്സിനല്ല, ചെറുതായിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ യൂട്യൂബേഴ്സിന് ഏറ്റവും നല്ലത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും വൈറലായ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ തുടക്കക്കാർക്കാട്ടോ, എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ ഇതിലൂടെ പറയുന്നത്. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എനിക്കുണ്ടായ അനുഭവം മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ എന്ത് തരം ഷോർട്ട് വീഡിയോ ആണ് വൈറലാവെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൂവിലൊക്കെ പോകുമ്പോൾ, മൃഗശാലയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഓരോ മൃഗങ്ങളെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഇപ്പോൾ കടുവ, പുലി, സിംഹം അങ്ങനെ ഓരോ മൃഗങ്ങളെ മാത്രം ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒരു 6 സെക്കൻഡ് മുതൽ ഒരു 10 സെക്കൻഡ് വരെ അങ്ങനെ ഓരോ ജീവികളുടെ ഷോർട്ട് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് അത് നല്ല ടാഗൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടും ഒരു ദിവസം കൊണ്ട് ഏകദേശം 2K 3K വ്യൂസ് കൊണ്ട് പോകും. അത് നമ്മൾ അറിയില്ല എങ്ങനെയാണ് വ്യൂ വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. പെട്ടെന്ന് കാണാം ഷോർട്ട് വീഡിയോ കൊണ്ട് ആയിപ്പോണ്ട്. പക്ഷെ 3Kയിലൊന്നും അങ്ങനെ കൂടലില്ല കേട്ടോ. 3K ഒരു 10K വരെ എൻ്റെ വീഡിയോ പോയിട്ടുണ്ട്. പിന്നെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ മില്യൺ കണക്കിൽ പോട്ടോ. എൻ്റെ ഒന്നും അങ്ങനെ പോയിട്ടില്ല. ഞാൻ പറയുന്നത് തുടക്കക്കാർക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് വളരെ പെട്ടെന്ന് ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ നമുക്ക് വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.